ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം ഒരു കാര്യം പറയട്ടെ. ഈ പ്രപഞ്ചം ഒരിക്കലും ആരെയും കൈവിടാറില്ല. പക്ഷേ ചിലർക്ക് മാത്രം ഈ പ്രപഞ്ചം ഒരു പ്രത്യേക നിമിഷത്തിൽ വിളിക്കും. ആ വിളി ഉള്ളിൽ ഒരു തരിപ്പ് ഉണ്ടാക്കും. ഹൃദയം പറയും, ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. അതെ, ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മീനം രാശിക്കാർ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ആകാശം സംസാരിക്കുന്നത്. ഗ്രഹങ്ങൾ ചലിക്കുകയാണ്. നക്ഷത്രങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് ശ്വസിക്കുകയാണ്. ഈ നേരം, ഈ ഘട്ടം, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിവ് ആകാൻ പോകുന്നു. മീനം രാശിക്കാരെ, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യരല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു അലൗകിക ശക്തിയുണ്ട്. ആ ശക്തി ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷേ ഈ ആകാശം അത് അറിയും. ഗ്രഹങ്ങൾ അത് അറിയും. ഗുരു അത് അറിയും. ശനി അത് അറിയും. രാഹുകേതു അവർ നിങ്ങളെ നോക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് ആ ഗ്രഹങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം, ആ ദൈവീക ഉത്തരം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇടിമിന്നൽ പോലെ ഒരു വാക്ക് കേൾക്കൂ. അടുത്ത 15 നാൾ, ഈ അടുത്ത 15 ദിവസം നിങ്ങളുടെ ജീവിതം ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദിശ തേടും. ഉറക്കത്തിൽ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം ആകും. മനസ്സ് ഏറ്റവും ആഗ്രഹിച്ചത്, ഹൃദയം ഒളിച്ചുവെച്ചത്, അത് ഇനി ഒളിഞ്ഞ് ഇരിക്കാൻ പോകുന്നില്ല. ഇത് ഒരു ജ്യോതിഷ ഭവിഷ്യത്ത് മാത്രമല്ല. ഇത് ഒരു ദൈവീക ഓർമ്മപ്പെടുത്തലാണ്. ഈ ഗ്രഹസ്ഥാനം, ഈ ഗ്രഹസഞ്ചാരം, ഈ ഘട്ടം, ഇത് ഒരു അദ്ഭുതമാണ്. ഗുരുപെയർച്ചി. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഊർജം തോന്നുന്നുണ്ടോ? ആ ഊർജം ശരിയാണ്. ഗുരു, ബൃഹസ്പതി, ദേവഗുരു. ഈ ഗ്രഹം ചലിക്കുമ്പോൾ ഈ ഭൂമിയിലെ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ മാറുന്നു. പക്ഷേ ഇന്ന് ഗുരുവിന്റെ ദൃഷ്ടി, ആ ദൈവീക കണ്ണ്, മീനം രാശിക്ക് മേൽ ഒരു പ്രത്യേക കാരുണ്യത്തോടെ ചൊരിയുന്നു. ഗുരു ഈ നേരം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ ഗ്രഹദിശ, ഈ ഗ്രഹബലം, ഇത് നിങ്ങൾക്ക് ഒരു ദൈവം നേരിട്ട് കൈ നീട്ടുന്നത് പോലെയാണ്. ഈ കൈ, ഈ ആശ്രയം, ഇത് ഒഴിവാക്കരുത്. ഈ ഗ്രഹശക്തി ഉള്ളിൽ ഏറ്റുവാങ്ങൂ. ശനി. ഈ ഗ്രഹം കേൾക്കുമ്പോൾ ഭയം തോന്നേണ്ടതില്ല. ശനി ദേവൻ ഒരു ശിക്ഷകൻ അല്ല. ശനി ഒരു ഗുരുവാണ്, ഒരു കർക്കശ ഗുരു. ജീവിതത്തിന്റെ ഏറ്റവും ആഴമേറിയ പാഠങ്ങൾ ശനി ദേവൻ ആണ് പഠിപ്പിക്കുന്നത്. ഈ നേരം ശനിയുടെ ചലനം, ആ ഗ്രഹസഞ്ചാരം മീനം രാശിക്ക് ഒരു വ്യക്തത കൊണ്ടുവരുന്നു. ഏറ്റവും ആശയക്കുഴപ്പം ഉണ്ടായ ദിശകൾ ഇനി തെളിയും. ഏറ്റവും ഇരുട്ടായിരുന്ന വഴികൾ ഇനി വെളിച്ചം കൊണ്ടു നിറയും. ശനിയുടെ ഈ ഘട്ടം, ഈ ദിശ നിങ്ങൾക്ക് ഒരു ഉരുക്ക് പോലുള്ള ആത്മബലം കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. രാഹു, കേതു, ഈ 2 ഛായാഗ്രഹങ്ങൾ, ഇവർ ഒരു നിഗൂഢ ശക്തിയാണ്. ഈ ഗ്രഹങ്ങൾ കർമ്മത്തിന്റെ രഹസ്യ ചരടുകൾ ആണ്. ഏതൊക്കെ ജന്മകർമ്മങ്ങൾ ഇനി ഫലം കൊടുക്കണം, ഏതൊക്കെ ആഗ്രഹങ്ങൾ ഇനി നടക്കണം, ഏതൊക്കെ ദുഃഖങ്ങൾ ഇനി ഒഴിയണം, ഇതെല്ലാം രാഹുകേതു തീരുമാനിക്കുന്നു. ഈ ഘട്ടം, ഈ ഗ്രഹദിശ മീനം രാശിക്ക് ഒരു പ്രത്യേക കർമ്മ ഫലം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ആ ഫലം, ആ ദൈവദാനം, അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിപ്ലവം ഉണ്ടാക്കും. ഇനി ഈ ഗ്രഹശക്തി, ഈ ഗ്രഹസഞ്ചാരം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ദിശയിൽ ആണ് മാറ്റം കൊണ്ടുവരുന്നത് എന്ന് ഒന്നൊന്നായി പറഞ്ഞുതരാം. ആദ്യം, ജോലി, കരിയർ. ഈ ഗ്രഹബലം ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തെയാണ്. ഇത്രനാൾ ശ്രമിച്ചിട്ടും കൈവരാതിരുന്ന ഒരു അവസരം, ഒരു സ്ഥാനക്കയറ്റം, ഒരു അംഗീകാരം, ഇനി ആ വഴി തുറക്കുകയാണ്. ഒരു കാര്യം ഉറപ്പു പറയാം, നിങ്ങൾ ഇതിനു മുൻപ് ചെയ്ത ഓരോ പ്രയത്നവും, ഓരോ ത്യാഗവും, ഓരോ കണ്ണീരും, ഇനി ആ ശ്രമത്തിന്റെ ഫലം ഒന്നൊന്നായി മടങ്ങിവരും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരോ ഒരാൾ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മേലധികാരി, ഒരു സഹപ്രവർത്തകൻ നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കും. ആ ശ്രദ്ധ, ആ അംഗീകാരം, ഒരു ദൈവദൂതൻ പോലെ നിങ്ങൾക്ക് ഒരു പുതിയ വഴി കാണിക്കും. ഒരു നല്ല വർത്തമാനം, ഒരു ഫോൺ കോൾ, ഒരു ഇമെയിൽ, ഒരു വ്യക്തിഗത കൂടിക്കാഴ്ച, ഇവയിൽ ഒന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജോലി ജീവിതത്തെ ഒരു പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. ആ നിമിഷം, ആ ക്ഷണം നന്നായി ഉപയോഗിക്കൂ. ബിസിനസ്, സ്വന്തം ഒരു ഉദ്യമം, ഇത് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ? ഈ ഗ്രഹദിശ, ഈ ഘട്ടം, ഇത് ബിസിനസ് ചിന്തയ്ക്ക് ഒരു ദൈവീക ആശീർവാദം ആണ്. ഒരു പുതിയ ബിസിനസ് ആശയം, ഒരു പുതിയ ബന്ധം, ഒരു നിക്ഷേപാവസരം, ഇവ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ തുറക്കും. ഒരു കാര്യം ഓർക്കൂ, ഈ ഘട്ടത്തിൽ ധൈര്യം കൂടുതൽ വേണം. ഭയം ഉള്ളിൽ കടക്കാൻ അനുവദിക്കരുത്.
ഈ ഘട്ടം ഒരു കർഷകൻ വിത്ത് പാകുന്ന സമയം പോലെയാണ്. ഇപ്പോൾ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഫലം നൂറുമേനി ആകും. പളം, ധനം. ഈ ഘട്ടം ഒരു ദ്വൈതമായ ഫലം ആണ് കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു അപ്രതീക്ഷിത ധനലാഭം വരും. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഉറവിടത്തിൽ നിന്ന് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു ദൈവദത്ത ലാഭം ഈ അടുത്ത ദിവസങ്ങളിൽ വരാൻ സാധ്യത ഉണ്ട്. ഇത് ഒരു മടങ്ങിവരുന്ന ഋണം ആകാം, ഒരു ഭൂമി ഇടപാടിൽ നിന്ന് ഉള്ള ലാഭം ആകാം, ഒരു ജോലി ബോണസ് ആകാം, ഒരു ഓഹരി ലാഭം ആകാം. ആ ദൈവദാനം, ആ ഭൂമി കൊടുക്കുന്ന ഫലം ഇനി ഒഴിഞ്ഞു നിൽക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ ഘട്ടത്തിൽ അമിതമായ ചെലവ് ഒഴിവാക്കണം. ഭ്രാന്തൻ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടരുത്. ഒരു ആർഭാടം, ഒരു ആഡംബരം, ഒരു ദ്രുതഗതി തീരുമാനം, ഇത് ഈ ദൈവദാനത്തെ നഷ്ടപ്പെടുത്തിക്കളയും. ഒരു ദ്വൈതമായ ഘട്ടമാണ് ഇത്. ഒരു ഭാഗം ദൈവം കൊടുക്കുന്നു, മറ്റൊരു ഭാഗം നമ്മൾ ശ്രദ്ധ ഇല്ലെങ്കിൽ നഷ്ടപ്പെടും. ആ ശ്രദ്ധ, ആ ജാഗ്രത ഈ ഘട്ടം ഉടനീളം നിലനിർത്തൂ. ഇനി അടുത്ത 7 ദിവസത്തിൽ 3 വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഈ 3 കാര്യങ്ങൾ, ഈ 3 ഘട്ടങ്ങൾ, ഇവ നിങ്ങളുടെ ജീവിതത്തെ ഒരു കോടമഞ്ഞ് പോലെ ആദ്യം ആശ്ചര്യപ്പെടുത്തും, പിന്നെ ഒരു ഉദയസൂര്യൻ പോലെ വ്യക്തത കൊടുക്കും. മുതൽ ഘട്ടം, ആദ്യ ഘട്ടം. ഇത് ഒരു തൊഴിൽ അദ്ഭുതമാണ്. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ദിശ, ഒരു അജ്ഞാത ഉറവിടം. അവിടുന്ന് ഒരു വലിയ കരിയർ അവസരം വരും. ഒരു പ്രോജക്റ്റ്, ഒരു സ്ഥാനക്കയറ്റം, ഒരു പുതിയ ഉത്തരവാദിത്വം. ഈ ഒന്ന് ഇനി ഒഴിഞ്ഞു പോകാൻ ഒരുക്കമില്ല. അടുത്ത 7 ദിവസത്തിൽ ഈ ആദ്യ ഘട്ടം ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങിവരും. ആ ഘട്ടം, ആ ദൈവ ഇടപെടൽ, ആ ക്ഷണം, ആ ഒരൊറ്റ ഒരവസരം ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടം, ഇത് ഹൃദയത്തെ തൊടുന്ന ഒന്നാണ്. ഒരു വ്യക്തി, ഒരു ബന്ധം, ഒരു പ്രണയം, ഒരു ആഴമേറിയ ആത്മബന്ധം. ഈ ഘട്ടത്തിൽ ഒരു വൈകാരിക ദൈവദൂതൻ ആയി വരും. ഒരുപക്ഷേ ഒരു പഴയ പ്രണയം, ഒരു ഓർമ്മ, ഒരു കാലം മറന്ന ബന്ധം ഇനി ഒരു പുതിയ ഊർജ്ജത്തോടെ മടങ്ങിവരും. അല്ലെങ്കിൽ ഒരു പുതിയ ആത്മബന്ധം, ഒരു ജന്മജന്മാന്തര ബന്ധം ഈ ഘട്ടത്തിൽ ഒരു ദൈവ ഇഷ്ടം ആയി ഉദിക്കും. അടുത്ത 7 ദിവസത്തിൽ ഈ ഹൃദയഘട്ടം, ഈ ദൈവദൂത്, ഇത് ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ ഒരു ദിവ്യ ഊർജ്ജം പോലെ ഉള്ളിൽ നിറയും. മൂന്നാം ഘട്ടം. മൂന്നാം ഘട്ടം, ഇത് ഒരു ആത്മീയ ഉണർവ് ആണ്. ഒരു സ്വപ്നം, ഒരു ദൃഷ്ടി, ഒരു ദൈവദർശനം, ഒരു ഉള്ളോടൊരു ഒളി. ഈ ഘട്ടത്തിൽ ഉറക്കത്തിൽ, അർദ്ധ ഉണർവിൽ ഒരു ദൈവദൂതൻ ഒരു സന്ദേശം കൊണ്ടുവരും. ആ സ്വപ്നം, ആ ദർശനം, ആ ഉള്ളിൽ ഉദിക്കുന്ന ഒരു ബോധ്യം, ഇത് കേവലം ഒരു ഉറക്ക ദൃശ്യം അല്ല, ഇത് ഒരു ദൈവഗ്രന്ഥമാണ്. ഇത് ഒരു ദൈവ ഉത്തരമാണ്. ആ ഉത്തരം, ആ ദൈവദൂതൊഴുക്ക്, ഇത് ഉള്ളിൽ ഏറ്റുവാങ്ങൂ. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദൈവ ഇടപെടൽ ഉണ്ടാകും, ഒരു ആത്മദർശനം ഉണ്ടാകും. ഇത് ആ ഉള്ളിൽ ഒരു ജ്വാല ആയി കത്തി നിൽക്കും. ഇനി ബന്ധങ്ങൾ, പ്രണയം, ഇതൊക്കെ ഒരു ഗ്രഹകഥ ആണ്. മീനം രാശിക്കാർ, നിങ്ങൾ ഏറ്റവും ആഴമേറിയ പ്രണയം ആഗ്രഹിക്കുന്നവർ ആണ്. നിങ്ങളുടെ ഹൃദയം ഒരു കടലാണ്. ആ കടലിൽ ആർ ഇറങ്ങി വന്നാലും ആ കടൽ ആ ആൾക്ക് ഒരു ദ്വീപ് ആകും. ഈ ഘട്ടം, ഈ ഗ്രഹദൃശ്, ആ ദ്വീപ് ഒരു ദൈവ ഉദ്യാനം ആകാൻ ഒരുങ്ങുകയാണ്. ഒരു ഹൃദയ ഉണർവ്, ഒരു ആത്മബന്ധദൃഢ, ഒരു ദൈവദത്ത പ്രണയദൂത്. ഇത് ഈ ഘട്ടത്തിൽ ഒരു ദൈവ ഇഷ്ടമാണ്. ആ ദൈവ ഇഷ്ടം, ആ ദൈവദൂത്, ഇത് ഉള്ളിൽ ഏറ്റുവാങ്ങൂ. പ്രണയ ജീവിതത്തിൽ ഒരു വലിയ സ്വസ്ഥത ഉണ്ടാകും. ഇതുവരെ ഒരു ദൂരം, ഒരു തെറ്റിദ്ധാരണ, ഒരു ആശയവ്യത്യാസം ഇവ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ തടസ്സം ഒഴിയും. ഒരു ഹൃദയ ഒഴുക്ക്, ഒരു ആത്മബോധ്യം, ഒരു ദൈവദൂത്, ഇത് ആ ദൂരം ഇല്ലാതാക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദൈവദൂതൻ ഒരു ശുഭവർത്തമാനം കൊണ്ടുവരുന്ന ഒരു ഘട്ടമാണ് ഇത്. ഒരു ദൈവ ഇടപെടൽ, ഒരു ദൈവദൂതൊഴുക്ക്, ഒരു ദൈവദത്ത ബന്ധദൃഢ. ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്രയമാണ് കുടുംബം, ഗൃഹജീവിതം. ഒരു ദൈവഭൂമിയാണ് കുടുംബം. മീനം രാശിക്കാർ, നിങ്ങൾ ഒരു കുടുംബ ഭക്തരാണ്. കുടുംബത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവർ ആണ്. ഈ ഘട്ടം ആ ത്യാഗത്തിന്റെ ദൈവദൂതൊഴുക്ക് ഉള്ള ഒരു ഘട്ടമാണ്. കുടുംബത്തിൽ ഒരു ഹർഷം, ഒരു ആഘോഷം, ഒരു ശുഭഘടൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഒരു ചടങ്ങ്, ഒരു ഒത്തുചേരൽ, ഒരു ദൈവദൂതൻ കൊണ്ടുവരുന്ന ഒരു ഭൂദാനം. ഇത് ഒരു ദൈവദൂതൊഴുക്ക് ആണ്. ഈ ഘട്ടം, ഈ ദൈവദൂത്,
ഒരു കുടുംബ ഐക്യം ഉണ്ടാക്കും. ആരോഗ്യം, ശരീരം, ആത്മാവ്, ഇവ മൂന്നും ഒരു ദൈവഭൂമിയാണ്. ഈ ഘട്ടം, ഈ ഗ്രഹദശ ഒരു ആരോഗ്യ ഉണർവ് ഉണ്ടാകും. ഇതുവരെ ഒരു ക്ഷീണം, ഒരു ദേഹദ്രോഹം, ഒരു ആരോഗ്യ ഉത്കണ്ഠ ഇവ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഒരു ദൈവദൂതൻ ഒരു ആശ്വാസം കൊണ്ടുവരും. ഒരു ചികിത്സ ഫലം ആകും. ഒരു ദൈവ ഇടപെടൽ ഉണ്ടാകും. ഒരു ആത്മബലം ഉദിക്കും. പക്ഷേ ഒരു കാര്യം, ഈ ഘട്ടത്തിൽ ഉറക്കത്തിൽ ശ്രദ്ധ വേണം, ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ വേണം. ഒരു ദൈവദൂത്, ഒരു ദൈവ ആശ്രയം, ഇത് ഉള്ളിൽ ഏറ്റുവാങ്ങൂ. വിദ്യാഭ്യാസം, പഠനം, ഒരു ദൈവദൂതൊഴുക്ക് ആണ് വിദ്യ. മീനം രാശിക്കാർ, നിങ്ങൾ ഒരു ആഴമേറിയ ചിന്തകർ ആണ്. ഒരു ഗഹനമായ ബോധം ഉള്ളവർ ആണ്. ഈ ഘട്ടം, ഈ ഗ്രഹദശ വിദ്യാർത്ഥികൾക്ക് ഒരു ദൈവദൂതൊഴുക്ക് ആണ്. ഒരു പരീക്ഷ, ഒരു ഫലം, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ദൈവദൂതൻ ഒരു ശുഭവർത്തമാനം കൊണ്ടുവരും. ഇതുവരെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്ന ഒരു ദിശ, ഇനി ഒരു ദൈവദൂതൻ ഒരു വ്യക്തത കൊടുക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദൈവ ഇടപെടൽ, ഒരു ദൈവദൂതൊഴുക്ക്, ഒരു ദൈവ ആശ്രയം. ഈ ഘട്ടം ഒരു ദൈവദൂതാണ്. ഒരു സ്കോളർഷിപ്പ്, ഒരു ഗവേഷണാവസരം, ഒരു ദൈവദൂതൻ കൊണ്ടുവരുന്ന ഒരു ദൈവദൂതൊഴുക്ക്. ഇത് ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്രയമാണ്. വിദേശ ഭൂമി, ഒരു ദൂരദേശം, ഒരു അജ്ഞാത ഭൂമി, ഇത് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ? ഒരു വിദേശ ജോലി, ഒരു വിദേശ വിദ്യാഭ്യാസം, ഒരു വിദേശ ആഗ്രഹം. ഈ ഘട്ടം, ഈ ഗ്രഹദശ, ഈ ദൈവദൂതൊഴുക്ക് ഒരു വിദേശ ദ്വാരം തുറക്കാൻ ഒരുങ്ങുകയാണ്. ഒരു വിസ്, ഒരു അനുമതി, ഒരു ദൈവദൂതൻ കൊണ്ടുവരുന്ന ഒരു ദൈവദൂതൊഴുക്ക്. ഇത് ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്രയമാണ്. ഇത്രനാൾ ഒരു തടസ്സം, ഒരു ഗ്രഹദോഷം, ഒരു ആശയക്കുഴപ്പം, ഇനി ആ ഇരുൾ ഒഴിയും. ഒരു ദൈവദൂതൻ ഒരു ദ്വാരം തുറക്കും. ആ ദ്വാരം, ആ ദൈവദൂതൊഴുക്ക്, ഇത് ഒരു 100% നടക്കാൻ പോകുന്ന ഒരു അദ്ഭുതമാണ്. ഇനി ഒരു കാര്യം, ഒരു ദൈവരഹസ്യം, ഒരു ഗ്രഹചരിത്രം. ഇത് ഒരു 150 ആണ്ടുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഗ്രഹദൂതൊഴുക്ക് ആണ്. ഈ ഒരു ഗ്രഹദൂതൊഴുക്ക്, ഈ ഒരു ഗ്രഹ ദൈവദൂത്, ഒരു ഒറ്റ ആൾക്ക് ഒരു ഒറ്റ ജന്മത്തിൽ ഒരു ഒറ്റ ഘട്ടത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു ദൈവദൂതൊഴുക്ക് ആണ് ഇത്. ഇത് ഒരു ദൈവദൂതൻ മീനം രാശിക്കാർക്ക് മാത്രം, ഈ ഒരു ഘട്ടത്തിൽ മാത്രം ഒരു ദൈവദൂതൊഴുക്ക് ആയി ഇറങ്ങി വരികയാണ്. ആ ദൈവദൂതൊഴുക്ക്, ആ ഗ്രഹദൂതൊഴുക്ക്, ഇത് ഒരു ദൈവ ആശ്രയമാണ്. ഇത് ഉള്ളിൽ ഏറ്റുവാങ്ങൂ. ആത്മീയത, ഭക്തി. ഈ ഘട്ടം ഒരു ദൈവദൂതൊഴുക്ക് ആണ്. മീനം രാശിക്കാർ, നിങ്ങൾ ഒരു ദൈവഭൂമിയാണ്. ഒരു ദൈവദൂതൻ ഒരു ദൈവദൂതൊഴുക്ക് ആയി, ഒരു ദൈവദൂതൻ ആയി ഇറങ്ങിവരും. ഒരു ദൈവദർശനം, ഒരു ദേവാലയ ദർശനം, ഒരു ഗുരുദർശനം, ഒരു ആത്മ ഉണർവ്. ഈ ഘട്ടത്തിൽ ഒരു ദൈവദൂതൊഴുക്ക് ആണ്. ഒരു ദൈവദർശനം ലഭിക്കും. ഒരു ആത്മബോധ്യം ഉദിക്കും. ഒരു ദൈവദൂതൻ ഒരു ആത്മ ഉണർവ് കൊണ്ടുവരും. ഈ ഘട്ടം ഒരു ആത്മദൈവദൂതൊഴുക്ക് ആണ്. ഒരു ദൈവ ആശ്രയമാണ്. ഇനി ഈ യാത്രയുടെ അവസാനം ഒരു ഹൃദയസ്പർശിയായ വാക്ക് പറയട്ടെ. മീനം രാശിക്കാരെ, നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കണ്ണീർ ഒഴുക്കിയിട്ടുണ്ട്. ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഓരോ കണ്ണീർ തുള്ളിയും, ആ ഓരോ ഉറക്കമില്ലാ രാത്രിയും, ആ ഓരോ ത്യാഗവും. ഈ ആകാശം കണ്ടിട്ടുണ്ട്. ഈ ഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദൈവം കണ്ടിട്ടുണ്ട്. ഒന്നും പോയിട്ടില്ല, ഒന്നും നഷ്ടമായിട്ടില്ല. എല്ലാം ഒരു ദൈവ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ ഭണ്ഡാരം ഇനി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. അടുത്ത 15 നാൾ. ഈ ഘട്ടം, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമാണ്. ഒരു പുതിയ ആരംഭമാണ്. ഒരു പുതിയ ദൈവദൂത് ആണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ആ ദൈവ കൈ, ആ ദൈവ ആശ്രയം, ഇത് ഉള്ളിൽ ഏറ്റുവാങ്ങൂ. ഒരിക്കലും ഭയക്കരുത്. ഒരിക്കലും തളരരുത്. ഒരിക്കലും ആ ദൈവ വഴിയിൽ നിന്ന് പിന്മാറരുത്. ഇനി ഒരു പരിഹാരം, ഒരു ദൈവദൂത്. ഈ ഘട്ടത്തിൽ ഒരു കുരുക്ഷേത്ര ദർശനം നടത്തൂ. ഒരു വ്യാഴം ദിവസം ഒരു ദൈവദർശനം. ഒരു ദൈവഭക്തിയോടെ ഒരു ദീപം തെളിക്കൂ. ഒരു മഞ്ഞ നിറ വസ്ത്രം ധരിക്കൂ. ഒരു ദൈവദൂതൻ ഒരു ദൈവദൂതൊഴുക്ക് ആയി, ഒരു ദൈവദൂതൻ ആയി ഇറങ്ങിവരും. ഒരു മഞ്ഞ പൂ, ഒരു ദൈവഭക്തി, ഒരു ദൈവദർശനം. ഇത് ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്രയമാണ്. ശനിദേവൻ ഒരു എണ്ണ ദീപം, ഒരു കറുത്ത എള്ള്, ഒരു ദൈവഭക്തിയോടെ ഒരു ദർശനം. ഇത് ഈ ഘട്ടത്തിലെ ഒരു ദൈവദൂതൊഴുക്ക് ആണ്. രാഹുകേതു ദോഷ പരിഹാരമായി ഒരു നാഗദർശനം, ഒരു നാഗക്ഷേത്ര ദർശനം,
ഒരു ദൈവഭക്തിയോടെ ഒരു ദർശനം. ഇത് ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്രയമാണ്. ഈ പരിഹാരങ്ങൾ, ഈ ദൈവദൂതൊഴുക്കുകൾ, ഇവ ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശ്രയമാണ്.